റോം സന്ദർശിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ വത്തിക്കാൻ അപ്പസ്തോലിക പാലസിൽ വെച്ച് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം വത്തിക്കാനും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും തമ്മിൽ ദൃഢപ്പെട്ട ബന്ധങ്ങൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നന്ദി പ്രകടിപ്പിക്കുകയും മുൻഗാമികൾ തമ്മിലുള്ള ചരിത്രപരമായ സന്ദർശനങ്ങളും കൂടിക്കാഴ്ചകളും എടുത്തു കാണിക്കുകയും ചെയ്തു. വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ കാതോലിക്ക ബസേലിയോസ് ഔഗൻ ഒന്നാമനെ 1964 ബോംബെയിൽ വെച്ച് കണ്ടുമുട്ടിയത് അനുസ്മരിച്ച പാപ്പ, പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ഒന്നാമൻ 1983 ആദ്യമായി റോം സന്ദർശിച്ചതിന്റെ 40ാം വാർഷികത്തിലാണ് ഇപ്പോൾ മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ സന്ദർശനമെന്നും അന്നത്തെ ആദ്യത്തെ റോം സന്ദർശനത്തിന് 3 വർഷത്തിനു ശേഷമാണ് കോട്ടയത്തെ മാർ ഏലിയ കത്തീഡ്രലിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ സന്ദർശിച്ചതെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പരാമർശിച്ചത് ശ്രദ്ധേയമായി. പരിശുദ്ധ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ മുൻഗാമിയായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയനുമായുള്ള തന്റെ സാഹോദര്യ ആലിംഗനത്തിന്റെ 10ാം വാർഷികം കൂടിയാണ് ഇപ്പോഴെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിശ്വാസ പാരമ്പര്യത്തെ പാപ്പ അഭിനന്ദിച്ചു. വിശുദ്ധ തോമസിന്റെ വിശ്വാസം ക്രിസ്തുവിന്റെ ശരീരത്തിലെ മുറിവുകളുടെ അനുഭവത്തിൽ നിന്ന് വേർതിരിക്കാനാകാത്തതാണെന്ന് പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാട്ടി. ക്രിസ്ത്യാനികൾക്കിടയിൽ ചരിത്രത്തിലുടനീളം സംഭവിച്ച ഭിന്നതകൾ സഭയായ ക്രിസ്തുവിന്റെ ശരീരത്തിലേൽപ്പിച്ച വേദനാജനകമായ മുറിവുകളാണ്. അവയുടെ പ്രത്യാഘാതങ്ങൾക്ക് നാം തന്നെ സാക്ഷ്യം വഹിക്കുന്നു എന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ക്രിസ്ത്യാനികൾക്കിടയിൽ ചരിത്രപരമായ ഭിന്നതകളുണ്ടാക്കിയ മുറിവുകളും അവരെ ഒരുമിച്ച് സുഖപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരിച്ചു. പ്രാർത്ഥന, ദാനധർമ്മം, സംവാദം എന്നിവയെ കൂടുതൽ അടുപ്പിക്കുന്നതിനുള്ള മാർഗമായി പാപ്പ പ്രോത്സാഹിപ്പിച്ചു. നമ്മെ ശുദ്ധീകരിക്കുന്ന പ്രാർത്ഥനയിലും നമ്മെ ഒന്നിപ്പിക്കുന്ന ഉപവിയിലും നമ്മെ നയിക്കുന്ന സംഭാഷണത്തിലും പരസ്പരം ഒരുമിച്ച് മുന്നേറാമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.